ബി പോസിറ്റീവ് ലിനിയ our guest. ബി പോസിറ്റീവിൽ ഇന്നത്തെ നമ്മുടെ അതിഥി വിപ്ലവ ഗായികയും അതോടൊപ്പം തന്നെ വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും അതിൽ ഗാനം ആലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പി കെ മേദിനി ടീച്ചറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. ഇപ്പോൾ വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്നുള്ള ചിത്രത്തിൽ ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സഖാവ് പി കൃഷ്ണപിള്ളയോടൊപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെയൊക്കെ അടുത്തറിയുകയും ചെയ്ത മറ്റൊരാളും ഈ ചിത്രത്തിൽ ഇതുപോലൊരു ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു. ഈ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ചും അതിൽ പ്രവർത്തിച്ച അനുഭവത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഈ ചിത്രത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് 6 ദിവസം ഏതാണ്ട് 46 തിയേറ്ററുകളിൽ ഈ സിനിമ ഓടിയതാണ്. അത് നിരോധിച്ച ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം. അതുകൊണ്ട് തന്നെ ആ ചോദ്യം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ പടം 3 വർഷക്കാലമായി ഇതിൻ്റെ പിന്നിലെ 10,000-ഓളം അധ്വാനിക്കുന്ന വിഭാഗവും ഇതിൻ്റെ പ്രവർത്തകരുമെല്ലാം ചേർന്ന് ഈ പടം ഒരുക്കിയത്. നമ്മുടെ തിയേറ്ററുകളിൽ ധാരാളം പടം വന്നു പോകുന്നുണ്ട്. അതല്ലായിരുന്നു ഈ പടം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതമർപ്പിച്ച നമ്മുടെ എല്ലാ മനസ്സിൽ നിന്നും കാത്തുസൂക്ഷിക്കുന്ന മഹാത്മാഗാന്ധി ഉൾപ്പെടെ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ സഖാവ് പി കൃഷ്ണപിള്ള, അദ്ദേഹത്തെയാണ് നമ്മൾ പ്രധാനമായി കഥയിൽ ഊന്നുന്നത്. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയെയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന പ്രസ്ഥാനത്തിൽ നാരായണഗുരുസ്വാമി, ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി അങ്ങനെ ഉടങ്ങുന്ന ഒട്ടേറെ ആളുകൾ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഈ സിനിമ ഏതാണ്ട് 70 വർഷങ്ങൾക്ക് 80 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സാമൂഹ്യ ചുറ്റുപാടായിരുന്നു. എനിക്കാണെങ്കിൽ ആ സിനിമയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഒരുപാട് കഥകൾ ആ സിനിമയിലുണ്ട്. ഞാനും എൻ്റെ മുൻ തലമുറക്കാരും അന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന തരത്തിൽ ഈ സിനിമയിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ വായിച്ചറിഞ്ഞതല്ലാതെ ചരിത്രം പുത്തൻ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സിനിമയുടെ പശ്ചാത്തലം ഒരുക്കിയത്. ഇതിൽ അഭിനയിക്കുന്നതാണെങ്കിൽ സമുദ്രഖനിയാണ് പി കൃഷ്ണപിള്ളയെ ചിത്രീകരിക്കുന്നത്. സമുദ്രഖനിയെ പോലെ ഒരു ആളിന് മാത്രമേ കൃഷ്ണപിള്ളയെ അവതരിപ്പിക്കാനൊക്കെ ഉള്ളൂ. ഇതിലാരെയും രാഷ്ട്രീയമായല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരൊക്കെയോ പോരാടി അവരെല്ലാം ബഹുമാനത്തോട് ആണ് കഥ ചിത്രീകരിക്കുന്നത്. പക്ഷേ കേരളം മാത്രം വ്യത്യസ്തമായി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് സിനിമ പറയുന്നത്. കാരണം ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ട്, രാജവാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പ്രായപൂർത്തിയോട്ടവകാശം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു പി കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ കഥ പുതിയ തലമുറ അറിയണം. എങ്ങനെയാണ് വസന്തം എന്ന ഇന്നത്തെ ഈ സാഹചര്യം ഉണ്ടായത്, ഇന്നലകൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച, അതായിരുന്നു സത്യത്തിൽ സിനിമ. ഈ സിനിമയിൽ ചെയ്ത കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞില്ല. കഥാപാത്രത്തെക്കുറിച്ച് പറയാം. ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒരു കഥ ഞാൻ പറയാം. ആ സിനിമ തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം മണ്ണ് നമുക്കുള്ളതല്ലായിരുന്നു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ പാടശേഖരങ്ങൾ പണിയെടുക്കുന്ന സാധാരണ കർഷകത്തൊഴിലാളികളെ അവരുൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ ഒരു പിടി പോലും കൊടുക്കാതെ അവരെ ആക്രമിച്ച് ചെളിയിൽ താഴ്ത്തുന്നത്, വഴി നടക്കുവാൻ അവകാശമില്ലാത്തത്, ഇന്നും നമ്മുടെ രാജ്യത്ത് പുലയൻ വഴി പറയാൻ വഴി എന്നുള്ള വഴികൾ നിലനിൽക്കുമ്പോൾ അന്നത്തെ ജന്മിത്വത്തിൻ്റെ, നാടുവാഴ്ചത്തിൻ്റെ, ഭൂപ്രഭുക്കന്മാരുടെ ഒക്കെ അതിനെതിരായിട്ടുള്ള ഒരു എതിർത്ത് നിൽപ്പ്, അവനെ മനുഷ്യനെ പോലൊന്നും ജീവിക്കാനുള്ള ആദ്യത്തെ ഒരു സമരം. അതെല്ലാം അതുമാത്രമല്ല, ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാമൂഹ്യ ചുറ്റുപാടിലുണ്ടായിരുന്നു അന്ന്. ജന്മികളുടെ ഗുണ്ടകൾ സാധാരണക്കാരായ പാവപ്പെട്ട കർഷകത്തൊഴിലാളികളെ അടിച്ചമർത്തുന്നത്, പാടശേഖരങ്ങളിൽ ഒരു നുകത്തിൽ കാളയും മറുവശത്തെ മനുഷ്യനെയും കൊണ്ട് ഒഴിച്ച സമ്പ്രദായം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ
ജാതിയുടെ പേരിൽ മണ്ണിൽ കുഴിച്ചിടാൻ അവകാശമില്ലാതെ കുട്ടനാടൻ പ്രദേശങ്ങളിലെ വരമ്പിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ചത് 12 വയസ്സുള്ള ഞാൻ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഏറ്റവും താഴ്ന്ന ഒരു ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത് ഞാൻ മുൻപാണ്. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ ചുറ്റുപാടുകൾക്കെതിരെ, ജാതിക്കെതിരെ, മതത്തിനെതിരെ, നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് ഇന്നിപ്പോൾ പ്രായപൂർത്തിവട്ടവകാശം എല്ലാവർക്കും കിട്ടിയത് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ സിനിമയുടെ ഒരു പശ്ചാത്തലം. അത് മാത്രമല്ല, സ്നേഹത്തിൻ്റെ, സന്ദേശത്തിൻ്റെ, പ്രകൃതിയെ സൂക്ഷിക്കേണ്ടതിൻ്റെ, ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയുടെ പശ്ചാത്തലം തന്നെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. കഥ തുടങ്ങുന്ന, ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ കഥ തുടങ്ങുന്നത് ഒരു പുതിയ തലമുറ ഇന്നത്തെ വിവാഹധൂർത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ, കള്ളപ്പണത്തിനെതിരെ ഒക്കെ ചിന്തിച്ചിട്ട് ഒരു നല്ല സിനിമ നമുക്ക് എങ്ങനെയാണ്, അത് പഴയ കാലത്തിൻ്റെ ചരിത്രം നമുക്ക് എന്താണ് എന്ന് ചോദിച്ചിട്ട് പ്രിയപ്പെട്ട മുകേഷ് ആണ് ആ കഥാപാത്രം എടുക്കുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് ഒരു ജന്മിയുടെ വേഷം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതിൽ ഒരുപക്ഷെ ഈ പടം അദ്ദേഹം ഡയലോഗില്ലാതെ, അദ്ദേഹത്തിൻ്റെ സംഭാഷണമില്ലാതെ അദ്ദേഹം മുഴുവൻ സീനിലും ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു പടമായിട്ട് ഞാൻ കാണുന്നു. കാരണം ആ ക്രൂരമായ ഒരിത് അങ്ങനെ ഉണ്ടായിരുന്നോ ഒന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് സംശയം തോന്നും. അതിൽ ഞാൻ എടുക്കുന്ന വേഷത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം, സുരഭി ആണ് അതിലെ കഥാതന്തു. സുരഭി എന്ന് പറയുന്ന ഇത് ഒരു കർഷകത്തൊഴിലാളിയാണ്. ആ കുട്ടി ഒരു ആളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹിക്കുന്ന മനുഷ്യനെ അടിച്ച് കൊല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ വീര്യം പ്രേമത്തേക്കാൾ വരെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ജന്മിക്കെതിരെ പോരാടാനുള്ള ശക്തി ആർജിക്കണമെന്നുള്ള തരത്തിൽ പോകുന്ന ഒരാൾ ആണ് പിന്നെ അദ്ദേഹം ഈ സുരഭി സ്നേഹിച്ചിരുന്നത്. അപ്പോൾ സുരഭിയുടെ ഒരു കഥ ഇതിന് ഉടനീളം വരുന്നുണ്ട്. സുരഭി എന്താണ്, എങ്ങനെയാണെന്നുള്ളത്.